അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോണത് ചെറിയൊരു തക്കാളിക്കറി, തട്ടിക്കൂട്ടെന്ന് പറയാം, തട്ടിക്കൂട്ടിയൊരു തക്കാളിക്കറി വെക്കുവാണേ. അപ്പം അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി. ഞങ്ങൾക്ക് ഇവിടെ എരിവ് തീരെ കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അവരവരുടെ ആവശ്യാനുസരണം പച്ചമുളക് കൂട്ടിയെടുത്തോ. ഇനി നമുക്കിതെല്ലാം ഈ ചട്ടിയിലേക്ക്, ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കണേ, മൺചട്ടിയിലേക്ക് ഇടാം. നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെ ഇടണം എന്ന് നോക്കാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ സാധാ മുളക് പൊടി 1 സ്പൂൺ ഇടുവാണേ. പിന്നെ ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി പൊടി ഇടുവാണ്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇതിനകത്തേക്ക് ഇവിടുത്തെ ആവശ്യത്തിനാണ് ഇടണേ. നിങ്ങൾക്ക് എത്ര ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ, ഇല്ലെങ്കിൽ കുറച്ച് മാത്രം ഇട്ടാൽ മതിയേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഇതിൻ്റെ ഈ മുകളിൽ നിൽക്കാൻ പാകത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്, അപ്പം വെള്ളം കുറച്ച് മതി. ഇത് വേവാൻ പാകത്തിന് മാത്രം. ഇത് അടുത്തതായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാവേ. ഇതിൻ്റെ പുറത്ത് എണ്ണ ഒഴിക്കണ എന്തിനാണെന്നോ, തിളച്ച് പോകാതിരിക്കാനാട്ടോ. അപ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് പോരില്ല. എന്നിട്ട് നമുക്കിതിന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ട് ഞാൻ 1 മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ ഉണ്ടല്ലോ ഒരുവിധം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇത് വെളിച്ചെണ്ണ ഒഴിച്ച കാരണമാണ് തിളച്ച് മുകളിലേക്കൊന്നും കയറാതെ വന്നേക്കണുണ്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ മൂടി വെച്ച കാരണം കൊണ്ട് നന്നായിട്ട് ഇതായിട്ട് നിൽക്കുന്നുണ്ട്, തിളച്ചൊന്നും പൊങ്ങാതെ. അപ്പോൾ ഇത് തേങ്ങ അരച്ചത് വന്നിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഇതങ്ങ് പിഴിഞ്ഞ് മാറ്റും കേട്ടോ. എന്നിട്ട് കുറച്ച് ഒഴിച്ചാൽ ആദ്യം ഒന്ന് തിളപ്പിക്കും. ഞാനപ്പോൾ ഇതിൻ്റെ പകുതി ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ. എന്നിട്ട് ഒന്ന് നല്ലപോലെ തിളച്ച് ശരിക്കും ആ മസാലയൊക്കെ ഒന്ന് കൂടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഒഴിക്കാം കേട്ടോ. അപ്പോഴതിൻ്റെ ഇപ്പോൾ ഇത് ആദ്യം ഒഴിച്ച് തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ബാക്കിയും കൂടെ ഒഴിക്കാം കേട്ടോ. ഒത്തിരി കട്ടി വേണമെങ്കിൽ ഇനി ഇതിനകത്ത് വെള്ളം ചേർക്കണ്ട. ഇത്തിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളച്ച് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫാക്കാം. എന്നിട്ട് പിന്നെ ഇതിനകത്ത് കടുക്, ഇതേ ഒത്തിരി ഇട്ടിങ്ങനെ തിളപ്പിക്കരുത് കേട്ടോ. തിളപ്പിച്ച് കഴിയുമ്പോൾ തേങ്ങ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവുമേ. അപ്പോൾ ഇത് മതി. നല്ലപോലെ ആവിയൊക്കെ കയറി രണ്ടാമത് ഒഴിച്ച് ഇത് തേങ്ങ അരച്ചത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫാക്കിയിട്ട് കടുക് മൂപ്പിക്കാനുള്ളതൊക്കെ നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഉണ്ടല്ലോ കടുക് മൂപ്പിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഉണക്കമുളക്, ഉള്ളി, കരിയാപ്പില. ഞാൻ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കടുക് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കണത്. ഇനി നമുക്ക് എണ്ണയിലേക്ക് കടുക് ഇടാവേ. അത് പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് തീ കുറയ്ക്കണം. തീ കുറച്ചിട്ട് വേണം എപ്പോഴും ഉള്ളി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ തീ പാളി കയറും ചില സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇതെല്ലാം എണ്ണയിലേക്ക് ഇടാനായിട്ട്. നമുക്കിത് മൂത്തിട്ടുണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ, ചട്ടിയിലേക്ക്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് തക്കാളിക്കറി റെഡി. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കേ.